ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെ അൽ-ഫലാഹ് സർവകലാശാല ചെയർമാൻ ജാവേദ് അഹമ്മദ് സിദ്ദിഖിയെ ഇ ഡി അറസ്റ്റ് ചെയ്തു. സർവകലാശാലയുമായി ബന്ധമുള്ള 25 ഇടങ്ങളിൽ നടന്ന റെയ്ഡിന് ശേഷമാണ് സിദ്ദിഖിയെ അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്നും 48 ലക്ഷം രൂപ പിടിച്ചെടുത്തു. കള്ളപ്പണം വെളുപ്പിച്ചതിനടക്കം തെളിവുകൾ ലഭിച്ചതായും റിപ്പോർട്ടുണ്ട്. അതേസമയം സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തവരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. അഭിലാഷ്, ഇന്നലെ മണിക്കൂറുകൾ നീണ്ട റെയ്ഡായിരുന്നു അൽ-ഫലാഹ് സർവകലാശാലയിൽ നടന്നത്. അതിനുശേഷം സിദ്ദിഖിയുടെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. 48 ലക്ഷം രൂപ അവിടെ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ സ്ഫോടനത്തിൽ ഈ സർവകലാശാല അധികൃതർക്ക് ഈ ചെയർമാൻ അടക്കം പങ്കുണ്ടെന്നൊരു സംശയമുണ്ടോ? അതിൽ ഫണ്ട് നൽകിയത്, അതായത് പുറമേ നിന്ന് ഫണ്ട് പിരിച്ചിട്ടുണ്ട്, അങ്ങനെ വലിയ രീതിയിലുള്ളൊരു തുക സമാഹരണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. അതിന് പിന്നിൽ ഇയാൾക്ക് ബന്ധമുണ്ടോ? ടോം, ഇയാൾക്ക് ഈ ജാവേദ് അഹമ്മദ് സിദ്ദിഖി എന്ന് പറയുന്ന ആൾക്ക് ഇതിൽ ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ആ സംശയത്തിൻ്റെ പേരിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ അൽ-ഫലാഹ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടന്നു വരുന്നത്. അപ്പോൾ അങ്ങനെ അന്വേഷണം നടന്നു വരുന്നതിനിടെ ഇ ഡിയും കൂടി ആ പരിശോധനയിൽ ഉൾപ്പെടുകയും ഇയാളുടെ വീട്ടിൽ നിന്ന്, അതായത് ജാവേദ് അഹമ്മദ് സിദ്ദിഖി എന്ന് പറയുന്ന ഈ അൽ-ഫലാഹ് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറിൻ്റെ വീട്ടിൽ നിന്ന് 48 ലക്ഷം രൂപയാണ് പിടികൂടിയത്. ആ പണം പിടികൂടിയതിന് പിന്നാലെ നടത്തിയ റെയ്ഡിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നതിൻ്റെ തെളിവുകൾ ലഭിച്ചു. അതുപോലെ ഈ NAAC അക്രഡിറ്റേഷൻ ഇല്ലാത്ത ഈ കോളേജിന് അക്രഡിറ്റേഷൻ ഉണ്ടെന്ന് വ്യാജമായി പ്രചരിപ്പിച്ചുകൊണ്ടാണ് കോളേജ് പ്രവർത്തിച്ചിരുന്നത്. അത്തരത്തിൽ നിരവധി കള്ളത്തരങ്ങൾ, വ്യാജ തട്ടിപ്പുകൾ ഇ ഡി കണ്ടെത്തിയിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഈ അറസ്റ്റിന് പിന്നാലെ തന്നെ ഇയാൾക്ക് ഈ 48 ലക്ഷം രൂപ എങ്ങനെ വന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടക്കും. ഈ ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഉമർ നബിയുടെ പക്കൽ 20 ലക്ഷത്തോളം രൂപ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ ഈ 48 ലക്ഷത്തിനും ആ 20 ലക്ഷത്തിൻ്റെയും സോഴ്സ് എന്താണെന്ന് കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണം നടക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഇ ഡിക്കൊപ്പം ഈ ജാവേദ് അഹമ്മദ് സിദ്ദിഖിക്കെതിരെ NIAയും ഒരു പക്ഷേ കേസെടുത്തേക്കാൻ സാധ്യതയുണ്ട്. ഇയാളെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ NIAയും ഇടപെടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇയാൾ ചെയർമാനായിട്ടുള്ള ഈ ജാവേദ് അഹമ്മദ് സിദ്ദിഖി ചെയർമാനായിട്ടുള്ള അൽ-ഫലാഹ് യൂണിവേഴ്സിറ്റിയുടെ മെൻസ് ഹോസ്റ്റലിലാണ് ഇത്തരത്തിൽ ഈ തീവ്രവാദികൾക്ക് രാജ്യവിരുദ്ധ പ്രവർത്തന പദ്ധതികൾ ഇടാനായിട്ട് ഒരു സൗകര്യം ഒരുക്കി കൊടുത്തത്. അവിടെ യൂണിവേഴ്സിറ്റിയിലെ ഒരു മുറിയിൽ ഇവരെല്ലാം കൂടും, എല്ലാ ദിവസവും കൂടും, അവിടെ ഇരുന്ന് ചർച്ച ചെയ്യും. അങ്ങനെ കാലാകാലങ്ങളായി ഇവർ ഈ പരിപാടികൾ തുടർന്നു പോയിട്ടും അതെന്തുകൊണ്ട് പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കോളേജിനെ സംബന്ധിച്ച് കോളേജിൻ്റെ അധികൃതരിലേക്ക് അതിൻ്റെ സംശയങ്ങൾ നീളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ അൽ-ഫലാഹ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് 25ഓളം സ്ഥാപനങ്ങളാണുള്ളത്. ഈ 25 സ്ഥാപനത്തിലും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് റെയ്ഡുകൾ നടക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇയാളിലേക്ക് സംശയത്തിൻ്റെ നിഴൽ ചൂണ്ടിയതും പിന്നീട് ഇയാളുടെ വീട്ടിലേക്ക് വരെ റെയ്ഡ് എത്തിയതും. എന്തായാലും നിലവിൽ ഇയാൾ ഇ ഡിയുടെ കസ്റ്റഡിയിലാണ്. ചോദ്യം നടക്കുകയാണ്. ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ചായിരിക്കും മറ്റ് വിവരങ്ങൾ. അതുപോലെ ഇയാളുടെ സഹോദരനും കഴിഞ്ഞ ദിവസം മധ്യപ്രദേശ് പോലീസിന്റെ പിടിയിലായിരുന്നു. ഇയാളും ഇതുപോലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിലെല്ലാം പോലീസിന്റെ നിരീക്ഷിച്ചു വരുന്ന ആളായിരുന്നു. അങ്ങനെയാണ് അയാളെ പിടികൂടിയത്. അതായത് ഈ കോളേജുമായി ബന്ധപ്പെട്ട് കോളേജിലെ നഴ്സ് അറസ്റ്റിലായി, വിദ്യാർത്ഥികൾ അറസ്റ്റിലായി, അധ്യാപകർ അറസ്റ്റിലായി, അവിടുത്തെ കോളേജിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയിലെ ഇമാം അറസ്റ്റിലാകുന്നു. ഇപ്പോൾ കോളേജിലെ ചാൻസലർ കൂടി, ചെയർമാൻ കൂടി അറസ്റ്റിലാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഒരു കോളേജും ഒരു സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ ഇപ്പോൾ ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടെന്നുള്ള പേരിൽ അറസ്റ്റിലാകുന്ന ഒരു സാഹചര്യമാണ്. ജീവനക്കാർ, അധ്യാപകര്, അവരെയൊക്കെ കൂടുതൽ നിരീക്ഷിക്കേണ്ടതല്ല? ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികൾ ഇ ഡിയുടെയും NIAയുടെയും ഭാഗത്തുനിന്നുണ്ടാകുമോ ഇനി? പ്രധാനപ്പെട്ട ചോദ്യമാണ് ടോം. കാരണം ഈ കഴിഞ്ഞ ദിവസമാണ് ഈ ഉമർ നബിയുടെ ഒരു വീഡിയോ 2 മാസം മുമ്പ് ചിത്രീകരിച്ചെന്ന് കരുതപ്പെടുന്ന ഒരു വീഡിയോ പുറത്തു വരുന്നത്. ആ വീഡിയോയിൽ ഇയാൾ ഈ ഫിദായിൻ അറ്റാക്കുകളെ കുറിച്ചൊക്കെ വലിയ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഒരു ക്ലാസ് എടുക്കുന്ന തരത്തിലാണോ ആ വീഡിയോ എന്ന് ഒരു പക്ഷേ നമുക്ക് കേൾക്കുമ്പോൾ തോന്നും. കാരണം അത്രയും സ്പൂൺ ഫീഡ് ചെയ്യുന്ന രീതിയിലാണ് ആ വീഡിയോയിൽ പലതും ഇയാൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്നതാരാണ്, ഇത് കേട്ടതാരാണ്, ഈ വീഡിയോകൾ ഡൗൺലോഡ് ചെയ്ത് അത് സ്ഥിരമായി കേൾക്കുന്നതാരാണ് തുടങ്ങിയിട്ടുള്ള ഇയാളെ സ്ഥിരമായി കേൾക്കുന്ന പ്രേക്ഷകർ ആരാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ പ്രേക്ഷകരിൽ ഈ കോളേജിലുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും ഈ കോളേജുമായി പ്രവർത്തിക്കുന്നവരും ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിലേക്ക് കൂടിയാണ് നീങ്ങുന്നത്. ഇതൊക്കെ ഈ ഉമർ നബിയെ പോലുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്ന ഇത്തരം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ, കാര്യങ്ങൾ അത് എങ്ങനെ ഈ കോളേജിനകത്ത് നടക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും കാലമായി കഴിഞ്ഞ
അനന്തനാഗിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഡോക്ടർ അദീലിനെ പരിചയപ്പെട്ടതെന്നൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞതാണ്. അപ്പോൾ വർഷങ്ങളായി ഒരു ഭീകരവാദ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾ ഈ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വരുന്നു. ഇതിനകത്തും കോളേജിനകത്തും വലിയ രീതിയിൽ സുഭിക്ഷം അയാൾക്ക് പറ്റുന്ന രീതിയിലെല്ലാം കൃത്യമായ രീതിയിലുള്ള പ്ലാനിങ്ങും മറ്റു കാര്യങ്ങളും നടത്തുന്നു. എന്നിട്ടും കോളേജിലുള്ള ആരും അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഇയാൾ ഇത്രയും പുതിയ കുട്ടികളോട് ഇതിനെപ്പറ്റി സംസാരിക്കുകയും അവരെ ഭീകരവാദത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടും ഇതൊന്നും ആരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ശകലം ബുദ്ധിമുട്ട് അന്വേഷണ ഏജൻസികൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടി തന്നെയാണ് ഇപ്പോൾ ഈ കോളേജിൻ്റെ അധികൃതരും കൂടി അറസ്റ്റിലായിരിക്കുന്നത്. ഇവർക്കും കൂടി ബന്ധമുണ്ട്. അതായത് ഈ കോളേജുമായി ബന്ധപ്പെട്ട് കോളേജിൻ്റെ ചെയർമാനും ഈ ഒരു വിഷയത്തിൽ ബന്ധമുണ്ടെങ്കിൽ, കാരണം 1990-കളിൽ തുടങ്ങിയ കോളേജാണ്. 95 മുതൽ ഈ ജാവേദ് അഹമ്മദ് സിദ്ദിഖി ആ കോളേജിൻ്റെ ട്രസ്റ്റി ആയിട്ടുള്ള ഇരിക്കുന്ന ആളാണ്. അപ്പോൾ 2014 മുതൽ അയാൾ ചെയർമാനാണ്. അങ്ങനെ ഈ കോളേജിൻ്റെ ഫൗണ്ടർ ചെയർമാൻ കൂടിയാണ്. അപ്പോൾ ഈ കോളേജ് തുടങ്ങിയ കാലം തൊട്ട് ഈ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇയാൾക്ക് ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധമുണ്ടെങ്കിൽ കഴിഞ്ഞ എത്രയോ വർഷമായി ഇയാൾ ഇടപഴകുന്ന കുട്ടികളുണ്ടാവും, അധ്യാപകരുണ്ടാവും, അതുപോലെ അവിടുത്തെ മറ്റ് സ്റ്റാഫുകളുണ്ടാവും. ഇവരിൽ എത്ര പേരെ ഇയാൾ ഇത്തരത്തിൽ ഒരു ഭീകരവാദത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള ചോദ്യമൊക്കെ വരും. അത് എപ്പോഴാണ് വരുന്നത്? ഇയാൾക്ക് ഇതുമായി ബന്ധമുണ്ടെന്ന് സൂചന അല്ലെങ്കിൽ വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചാൽ മാത്രം. പക്ഷേ അങ്ങനെ ഒന്നും ലഭിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അങ്ങനെയാണെങ്കിൽ ഇത് വലിയ ഗുരുതരമായ കാര്യങ്ങളിലേക്ക് വഴിതെളിക്കും. കാരണം ഇപ്പോൾ തന്നെ നമുക്ക് വളരെ ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. സമൂഹത്തിൽ വളരെ MBBS ഒക്കെ പഠിച്ച് അഭിലാഷ്, അതിനിടെ ഈ ഛത്തീസ്ഗഡിൽ IS-മായി ബന്ധമുള്ള പ്രായപൂർത്തിയാകാത്ത 2 പേർ പിടിയിലായിട്ടുണ്ടെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഈ ചെങ്കോട്ട സ്ഫോടനവുമായി ഇവർക്ക് ബന്ധമുണ്ടോ? മാത്രമല്ല, അങ്ങനെയെങ്കിൽ ഈ പ്രായപൂർത്തിയാകാത്ത നിരവധി പേരെ, കാരണം കഴിഞ്ഞ അല്പസമയം മുമ്പ് ഡാൻ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയിൽ ഒരു 15-കാരനെ, തിരുവനന്തപുരം സ്വദേശിയായ ഒരു 15-കാരനെ അമ്മയും അമ്മയുടെ ആൺസുഹൃത്തും ചേർന്ന് IS ചേരാൻ പ്രേരിപ്പിച്ചു എന്ന് പറയുന്നു. ഇപ്പോൾ ഛത്തീസ്ഗഡിൽ സമാനമായ രീതിയിൽ പ്രായപൂർത്തിയാകാത്ത 2 പേർ, IS-മായി ബന്ധമുള്ള 2 പേരെ പിടികൂടുന്നു. അങ്ങനെയെങ്കിൽ രാജ്യവ്യാപകമായി പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കേന്ദ്രീകരിച്ച് ഈ തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കം നടത്തുന്നത് ആയി കൂടി സംശയിക്കേണ്ടതല്ലേ? ടോം ഇപ്പോൾ പറഞ്ഞ വാർത്ത ഏറ്റവും പുതിയ വാർത്തയാണ്. അത് ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. ഛത്തീസ്ഗഡിൽ നിന്ന് 2 യുവാക്കളെ, 2 പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഭീകരവാദ പ്രവർത്തനത്തിൽ പങ്കെടുത്തു എന്ന് ആരോപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കണ്ടെത്തിയത് കൊണ്ട് ATS അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് ഛത്തീസ്ഗഡിലെ 2 കുട്ടികൾ, അവർ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇത്തരത്തിൽ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ISISന്റെ ഇറാഖിലെ ISISന്റെ ഒരു മൊഡ്യൂളാണ് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നത്. ആ മൊഡ്യൂളിൻ്റെ ആൾക്കാരുമായി നിരന്തരമായി സംസാരിക്കുന്നുവെന്ന് കണ്ടെത്തിയതിൻ്റെ പേരിലാണ് ഇപ്പോൾ 2 കുട്ടികളെ ഛത്തീസ്ഗഡിലെ ATS അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് പ്രായപൂർത്തിയായിട്ടില്ല, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. ഇവർ ഇൻസ്റ്റാഗ്രാമിൽ ഫേക്ക് ID ഉണ്ടാക്കി, വ്യാജ ID ഉണ്ടാക്കി അതുവഴിയാണ് ഈ ആൾക്കാരുമായി സംസാരിച്ച് വരുന്നത്. കുറച്ചു കാലം മുമ്പ് തന്നെ ഈ കുട്ടികളുടെ പ്രവർത്തനത്തിലും ഈ കുട്ടികളുടെ സമൂഹ മാധ്യമങ്ങളുടെ ഉപയോഗങ്ങളിലും ATSന്, പോലീസിന് സംശയമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കുട്ടികളുടെ സോഷ്യൽ മീഡിയ ചാറ്റുകളും മറ്റു കാര്യങ്ങളുമൊക്കെ ATS നിരീക്ഷിക്കാൻ തുടങ്ങിയത്. ഒടുവിൽ കൃത്യമായ സൂചന ലഭിച്ചപ്പോൾ ഇപ്പോൾ ഈ കുട്ടികൾ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം. പ്രായഭേദമന്യേ ഡോക്ടർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, ഇപ്പോൾ പ്രായപൂർത്തിയാകാത്ത കുട്ടിയും, തൊട്ടുമുമ്പ് പറഞ്ഞതുപോലെ ISISൽ പ്രവർത്തിക്കാനായിട്ട് ഒരു 15 വയസ്സുകാരനെ കുടുംബക്കാർ നിർബന്ധിക്കുന്നതിൻ്റെ വാർത്ത നമ്മൾ കേട്ടൊന്ന് ഞെട്ടിയതാണ്. അതിനുശേഷം ഇപ്പോൾ ഛത്തീസ്ഗഡിൽ, അതായത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുട്ടികളും മുതിർന്നവരുമായിട്ടുള്ള എല്ലാവരെയും ഭീകരവാദത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു സംഘമുണ്ട്. അത് എത്രത്തോളം വലിയ നെറ്റ്വർക്ക് ആണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ അത്തരത്തിലൊരു വലിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ വ്യക്തമാവുകയാണ്. അത്തരത്തിലുള്ള ഭയപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ കേരളത്തിലാണെങ്കിൽ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ജമ്മുവിലും ഹരിയാനയിലും ഉത്തർപ്രദേശിലും ഡൽഹിയിലും ഒക്കെ നമ്മൾ ഈ വാർത്ത കേട്ടെങ്കിൽ, തൊട്ടുമുമ്പ് കേരളത്തിൽ ഈ വാർത്ത കേട്ടെങ്കിൽ, ഇപ്പോൾ ഛത്തീസ്ഗഡിൽ കൂടി അത്തരത്തിലൊരു വാർത്ത കേൾക്കുന്നു എന്നുള്ളത് ഏറെ ആശങ്കാജനകമായിട്ടുള്ള ഒരു സംഭവമാണ്. ടോം, എന്തായാലും ഇപ്പോൾ ആ കുട്ടികളെ പിടിക്കാൻ കഴിഞ്ഞു. ആ കുട്ടികളുമായി ബന്ധപ്പെട്ട് അവരെ ബോധവൽക്കരിക്കാനും അവരെ ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനുമുള്ള ഒരു ശ്രമം നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വ്യക്തമാണ്. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ